പെട്രോള ജനറേഷൻ 2 ആണത്. ഈ വണ്ടിയിൽ നമ്മൾ ടയറിലൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ടയർ വന്നിട്ട് 110/80/12. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലെ ടയർ ഫ്രണ്ടിലെ ടയർ 110/70/12 ആണ്. അപ്പോൾ നമ്മൾ ഈ 70 എന്തായിട്ടുണ്ട്, ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കത്തെ ടയർ മാറ്റി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് കൂട്ടിയപ്പോൾ എന്താണ് മാറ്റുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം. ഇതിപ്പോൾ മാറ്റിയിട്ട് ഏകദേശം ഒരു 1500 കിലോമീറ്ററോളം ഓടി. അപ്പോൾ നമുക്ക് ഇത് ജെൻ 2 ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ടയർ ഹൈറ്റ് കൂട്ടാൻ പറ്റിയത്. മറ്റേതാണെങ്കിൽ ജെൻ 1 ആണെങ്കിൽ ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല, വേഗം ഈ സൈഡിൽ തന്നെ തട്ടും, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് ആദ്യം മാറ്റിയതുകൊണ്ടാണ് ബാക്കിൽ ഹൈറ്റ് കൂട്ടിയത്. ഇനി ഫ്രണ്ടിലും അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റുന്ന സമയത്ത് ഹൈറ്റ് കൂട്ടണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഹൈറ്റ് കൂടിയ സമയത്ത് ഈ ടയറിന് ഈ ഭാഗത്തേക്ക് നല്ല ചളി തെറിക്കുന്നുണ്ട്. നമ്മൾ ബാക്കിലിരിക്കുന്ന ആളുകളെ പുറയിലേക്കൊക്കെ ചളി തെറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്.